നമസ്കാരം. ബെസ്റ്റ് മീഡിയ ട്രാക്കിൻ്റെ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായി തീനിലെ പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കൂ. ഹരേക് സബി കേലിയെ സബ് ഹരേക് കേലിയെ സുനിയ പ്രകൃതി കി പുക്കാർ. ഓരോന്നും എല്ലാവർക്കും വേണ്ടി, എല്ലാം ഓരോരുത്തർക്കും വേണ്ടി, കേൾക്കാം രക്ഷയ്ക്കായുള്ള പ്രകൃതിയുടെ നിലവിളി. ഇക്കായി തീനിലെ ആദ്യ പാഠഭാഗമാണ് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കവിതയാണ്. ഈ കവിത എഴുതിയത് നാഗാർജുൻ. अकाल और उसके बाद नागार्जुन की एक छोटी कविता है. इसमें अकाल का करुण चित्र और अकाल के बाद का സുഖദ് ചിത്ര പ്രസ്തുത करता है. ക്ഷാമകാലവും അതിനുശേഷവും നാഗാർജുനൻ്റെ ഒരു ചെറിയ കവിതയാണ്. ഇതിൽ ക്ഷാമകാലത്തിൻ്റെ കരുണാർദ്രമായ ചിത്രവും ക്ഷാമകാലത്തിനു ശേഷമുള്ള സന്തുഷ്ടമായ കാലത്തിൻ്റെ ചിത്രവും കാണാം. നാഗാർജുൻ. ജന്മ 30 ജൂൺ 1911 ബീഹാർ. मृत्यु 5 नवंबर 1998. आप हिंदी के प्रगतिशील साहित्यकार हैं. അദ്ദേഹം ഹിന്ദിയിലെ പുരോഗമനവാദി സാഹിത്യകാരനായിരുന്നു. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की है. ഹിന്ദി കൂടാതെ മൈഥിലി, സംസ്കൃതം, ബംഗ്ല എന്നീ ഭാഷകളിലും എഴുതിയിട്ടുണ്ട്. ലോകജീവൻ, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं. ജനജീവിതം, പ്രകൃതി, സമകാലീന രാഷ്ട്രീയം എന്നിവയായിരുന്നു രചനയിലെ മുഖ്യ വിഷയങ്ങൾ. യുഗധാര, പ്യാസി ബദ്രായി, ആങ്കേം, സതരംഗി, पंखों वाली, तालाब की मछलियाँ आदि आपकी प्रमुख काव्यकृतियाँ हैं എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. ഈ കൊച്ചു കവിതയിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിൻ്റെ ചിത്രവും തുടർന്നുള്ള 4 വരികളിൽ ക്ഷാമകാലത്തിന് ശേഷവുമുള്ള ചിത്രവുമാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ 4 വരികളിൽ ഓരോന്നിൻ്റെയും തുടക്കത്തിൽ കൈ ദിനോം തക്ക്, ഏറെ നാളുകൾ എന്ന പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. ഇതിനു ശേഷം ലളിതമായ ഏതാനും വാക്കുകളിൽ ക്ഷാമകാലത്തെ അവസ്ഥ വർണ്ണിച്ചിരിക്കുന്നു. ഈ 4 വരികളിൽ ഒരിടത്തും കഥാപാത്രങ്ങളായി മനുഷ്യർ പ്രത്യക്ഷപ്പെടുന്നില്ല. അടുപ്പ്, ആട്ടുകല്ല്, ഒറ്റക്കണ്ണിപ്പട്ടി, എലികൾ, പല്ലികൾ തുടങ്ങിയ പ്രതീകങ്ങളാണ് കഥാപാത്രങ്ങൾ. നമുക്ക് കവിതയിലേക്ക് പോകാം. കൈ ദിനോം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്. കൈ ദിനോം തക്, ഏറെ നാളുകളായി. ചൂൽഹ രോയ, ചൂൽഹ, ചൂൽഹ അടുപ്പ്, രോയ, രോന കരയുക. ചക്കി രഹി ഉദാസ്, ചക്കി തിരിക്കല്ല്, ഗ്രൈൻഡിങ് സ്റ്റോൺ. ഉദാസ്, ഉദാസ് ദുഃഖിതനായ, ഗ്ലൂമി. കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറേ ദിവസങ്ങളായിട്ട് കാനി കുത്തിയ, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, കുത്തിയ പെൺപട്ടി. കാനി കുത്തിയ സോയി ഉൻകെ പാസ്, സോന ഉറങ്ങുക. കുറേ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണുള്ള പട്ടി അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നു. കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗശത്ത്. കുറേ ദിവസങ്ങളായിട്ട് ഭിത്തിയിലൂടെ പല്ലികൾ റോന്തു ചുറ്റുന്നു. കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത് രഹി ശിക്കസ്ത്. ദിവസങ്ങളായി എലികൾക്കും ആഹാരമൊന്നും കിട്ടാത്തതിനാൽ അവയുടെ സ്ഥിതിയും ദയനീയമാണ്. ശിക്കസ്ത്, തകർച്ച എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ കവി ക്ഷാമകാലത്തെ ദയനീയ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ആ പ്രദേശത്ത് ക്ഷാമമാണ്. ദിവസങ്ങളായി വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലും ഇല്ലായിരുന്നു. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അരയ്ക്കാൻ വീട്ടിൽ ഒന്നുമില്ല. അതുകൊണ്ട് തിരിക്കല്ലും ദുഃഖിതയാണ്. അടുപ്പിനും തിരിക്കലിനും അടുത്തായി വീട്ടിൽ ഒറ്റക്കണ്ണി പട്ടി ദിവസങ്ങളായി കിടപ്പുണ്ട്. ഭിത്തിയിലൂടെ പല്ലികൾ റോന്തു ചുറ്റുന്നു. ദിവസങ്ങളായി എലികൾക്കും ആഹാരമൊന്നും കിട്ടാത്തതിനാൽ അവയുടെ സ്ഥിതിയും ദയനീയമാണ്. തുടർന്നു വരുന്ന 4 വരികളിൽ ഓരോന്നും കൈ ദിനോം കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം എന്നാണ് അവസാനിക്കുന്നത്. നാളുകൾ നീണ്ട പട്ടിണിക്കു ശേഷം വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു. അടുപ്പിൽ തീ കത്തിക്കുന്നു. ചിമ്മിനിയിലൂടെ പുക വെളിയിലേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് വീട്ടുകാരുടെ കണ്ണും മനസ്സും നിറയുന്നു. ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ട് കാക്കകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദാനെ ആയെ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്. ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു.
धुआं उड़ा आंगन से ऊपर कई दिनों के बाद. धुआं പുക. ഉട ആംഗൻ സെ ഊപ്പർ ആംഗൻ മുറ്റം കോട്ടിയാട്. ധുആം ഉടാം ആംഗൻ സെ ഊപ്പർ കൈ ദിനോ കെ ബാദ്. ഏറെ നാളുകൾക്ക് ശേഷം എന്തായി? വീടിന് മുകളിൽ പുകപടലങ്ങൾ ഉയർന്നു. വീട്ടിൽ ധാന്യം വന്നപ്പോൾ എന്തായി? ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? വീടിന് മുകളിൽ പുകപടലങ്ങൾ ഉയർന്നു. ചമക്ക് ഉടി ഗർഭർ കി ആങ്കെ കൈ ദിനോ കെ ബാദ്. ചമക്ക് തിളങ്ങുക. ചമക് ഉടി ഗർഭർ കി ആങ്കെ. വീട്ടുകാരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം വന്നു. ചമക് ഉഡ്ന. ചമക്ക് തിളങ്ങുക. ഗർഭർ കി ആങ്കെ വീട്ടുകാരെ കണ്ണുകളിൽ. കൈ ദിനോ കെ ബാദ് ഏറെ നാളുകൾക്ക് ശേഷം വീട്ടുകാരുടെ കണ്ണുകളിലും സന്തോഷത്തിൻ്റെ തിളക്കം വന്നു. കൗവേനെ ഗുജലായി പാങ്കെ കൈ ദിനോ കെ ബാദ്. കൗവെ കാക്ക. കൗവേനെ ഗുജലാന. ഗുജലാന ചൊറിയുക. പാങ്കേം ചിറകുകൾ. കൈ ദിനോ കെ ബാദ് കാക്കകൾ സന്തോഷത്താൽ ചിറകുകൾ ചൊറിഞ്ഞു. അതായത് ക്ഷാമകാലത്തിലെ ദുരിതപൂർണമായ അവസ്ഥ മാറി. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ആനന്ദത്താൽ മതിമറന്നു. ഈ കവിതയിൽ ജീവജന്തുക്കളുടെ രൂപത്തിൽ വരുന്നത് കാനി, കുത്തിയ, ചിപ്കലി, ചൂഹെ, കൗവെ എന്നിവയാണ്. ഒരു നിർജീവ വസ്തുക്കളുടെ രൂപത്തിൽ വരുന്നത് ചുൽഹ, ചക്കി, ബീത്ത്. ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ടെസ്റ്റ് വർക്കൊക്കെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.